പ്രേമലു ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഷേഡി. തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണ്യയും സംവിധാനം ചെയ്ത അതേ സംവിധായകൻ ചെയ്യുന്ന മൂന്നാമത്തെ പടമാണ്. ഒരുപാട് പറയാനൊന്നുമില്ല. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നേരെ തിയേറ്ററിൽ പോവുക, ടിക്കറ്റ് എടുക്കുക, സീറ്റിൽ പോയിരിക്കുക, 2.5 മണിക്കൂർ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് നല്ല പോലെ ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പറഞ്ഞോട്ട് ഗിരീഷ് ഷെഡിയുടെ മൂവീസ് നോക്കുമ്പോൾ തണ്ണീർമത്തനകത്ത് സ്കൂൾ കാലഘട്ടം, സൂപ്പർ ശരണ്യയിൽ വന്നപ്പോഴത്തേക്ക് കോളേജ് കാലഘട്ടം, പിന്നെ ഇത് പ്രേമലയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ജോലിയിലേക്ക് വരുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം ലൈൻ പുള്ളി കീപ്പ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ആളത് ഇന്റൻഷനലി ചെയ്തല്ലെന്നൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്തായാലും. പക്ഷെ ഒരു ടൈം പീരീഡ് കറക്റ്റ് ആയിട്ട് തന്നെ 3 സിനിമകൾ വന്നേക്കുന്നത്. അതെ അതെ. പക്ഷെ ഏകദേശം 3 സെറ്റിങ്സും കാര്യങ്ങളും ക്യാരക്ടേഴ്സിന്റെ ഒരു കഥയൊക്കെ ഏകദേശം സിമിലർ ആണെങ്കിലും പുള്ളിയുടെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 3 പടങ്ങളും തമ്മിൽ അങ്ങനെ വലിയ സാമ്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു ഫേസിൽ കൂടെ ഒക്കെ പോകുന്ന ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടും നമുക്ക് കുറെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട അതിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ലൈഫ് നമുക്ക് കുറെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടെ സിനിമയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും ഒരുപാട് കണക്ട് ചെയ്യാൻ. അതായത് യൂത്ത് അഡൽട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ തപ്പി അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആ ടൈപ്പ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്കിടയിൽ ആ ഒരു കാറ്റഗറിയിലിടയിൽ റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ട്രോളുകൾ, വീഡിയോസ്, മൂവീസ്, അതിൽ നിന്നൊക്കെ ഒരുപാട് റെഫറൻസ് എടുത്തിട്ട് ഇതിലെ കൗണ്ടറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ പ്ലേസ് ചെയ്തേക്കല്ല, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തത്. അത് നല്ല രീതിയിൽ ചിരി വീഴുന്നുണ്ട്. അതെ അതെ. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒത്തിരി കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്നൊക്കെ പോരും ചിരിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ട് ഇതില് ഹ്യൂമർ ഒരുപാട് വർക്കൗട്ട് ആവാൻ എനിക്ക് തോന്നി. സിറ്റുവേഷണൽ കോമഡീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തനകത്താണെങ്കിൽ അതേ സംഭവമാണ്. അതത്രയും ഹ്യൂമർ വർക്കൗട്ട് ആവാനായിട്ട് കാരണമായ ഒരു സംഗതി എന്ന് പറഞ്ഞത്. പിന്നെ പ്രോപ്പർട്ടി ജോക്സ്, അതൊക്കെ ഒരുപാട് ഇതിൽ വളരെ ഭംഗിയായിട്ട് നസ്ലിൻ അതിന് പറ്റിയ ഒരു നടനാണ്. അതൊക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ. നസ്ലിൻ മാത്രമല്ല, വന്നുപോയ എല്ലാവരുടെയും സിറ്റുവേഷൻ കോമഡി അടിപൊളിയാണ്. ഒഴിവാക്കാൻ പറ്റിയ ആരും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ പടം ഈ പറഞ്ഞോട് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഡൾ മൊമെന്റ്സ് വളരെ കുറവായിരുന്നു. ലാഗ് എന്ന് പറയുന്നൊരു വർത്തമാനം ഉണ്ടല്ലോ, അത് അധികം ആൾക്കാർ പറയുമെന്ന് ഈ പടത്തിനെ പറ്റി പറയുമെന്ന് തോന്നുന്നില്ല. ലാഗ് ആ സാധനം, അതായത് ഡൾ മൊമെന്റ്സിൽ കുറവായിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഡയലോഗ്സ് ആണെങ്കിലും ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സെറ്റിങ്സ് ഒക്കെ പടയെന്ന് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു പടം. വിഷ്വലി ആണെങ്കിലും കളർഫുൾ ആയിട്ട് തന്നെ പോകുന്നത്. ത്രൂ ഔട്ട് ആ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്താ പോകുന്നത്. ആ ഒരു റോം കോമിന് പറ്റിയ ഒരു ടോൺ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് പ്ലസന്റ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ടോണിലാണ് പടം ഫുള്ള് പോകുന്നത്. ഇത് ഹൈദരാബാദിലല്ലേ നടക്കുന്നത്? ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് അത്രയും ഒരു സിറ്റിയാണ്. അതിന്റെ ഒരു എനർജി പടത്തിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും ഒക്കെ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു ഭയങ്കര നീ പറഞ്ഞ പ്ലസന്റ് ആൻഡ് എനർജറ്റിക് ആയിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. നല്ല സോങ്സ് ഒക്കെ ഇതിലുണ്ടായിരുന്നു. ഒരുപാട് നല്ല സോങ് ഉണ്ടായിരുന്നു. സ്കോർ ആണെങ്കിലും ഭയങ്കര എൻഗേജിങ്ങും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സോങ്സ് ആണ്. ഈ ഒരു റോം കോം അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറിയെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമായിരിക്കും ഇതിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പൊ മ്യൂസിക് പറയുകയാണെങ്കിൽ കൂടി സിറ്റുവേഷന് പറ്റിയ മ്യൂസിക്കാണ് എല്ലാം. ത്രൂ ഔട്ട് വരുന്ന പാട്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഇപ്പൊ പഴയ സിനിമകളിലുള്ള റെഫറൻസ് ഇട്ടിട്ട് മ്യൂസിക് ഇടുന്നുണ്ട്. അതെല്ലാം ആണെങ്കിൽ തന്നെ പക്കയാണ്. എന്നുവെച്ചാൽ സിനിമയ്ക്ക് എവിടെ വേണോ അത് അതേ രീതിയിൽ ആ ഒരു ജേണർ ഉണ്ടല്ലോ റോംകോ, അതിന് പറ്റിയ രീതിയിലാണ് ഫുള്ള് പോകുന്നത്. ഒരുപാട് മൂവീസിനൊക്കെയാണ് ലോക്ക് വിടുന്നത്. അതെ, കുറെ പ്രമുഖ സിനിമകളെ. പിന്നെ കുറെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചില മറ്റേ പഞ്ഞിങ് ഇങ്ങനെ സൗണ്ട് എഫക്ട്, തുണി തോർത്തെടുത്തിടുന്ന സൗണ്ട്സ്. അതെനിക്ക് തോന്നി ഇതിന് മുന്നേ മറ്റേ പടത്തിലാ മറ്റേ പടമില്ല ശ്രീലങ്ക മമ്മക്കുട്ടി അത് കുറച്ചുകൂടെ ഈ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ണും സൗണ്ട് എഫക്ട്സും ഒക്കെ അതിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ കുറെ സംഭവങ്ങൾ ഇതിനകത്തും ഉണ്ടായിരുന്നു. അതൊക്കെ പഞ്ചിങ് സൗണ്ട്സ് ഒക്കെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ കാസ്റ്റിംഗ് ആണ്. നസ്ലിന്റെ കാര്യം തന്നെ കിട്ടാവുന്നതില് മെയിൻ ആയിട്ടുള്ള യൂത്തന്മാരെ എല്ലാരെയും പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ യൂത്തന്മാർക്കൊക്കെ പ്രായമായല്ലോ, സീനിയേഴ്സ് ആയല്ലോ അവർക്ക്. ഇപ്പൊ ഇവരാണ് സ്റ്റാറുകൾ. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നസ്ലിനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു സംസാര ശൈലിയും ബോഡി ലാംഗ്വേജും ഒക്കെ ആയിരുന്നു നസ്ലിന്റെ. അതെ, തണ്ണീർമത്തനകത്ത് മറ്റേ തണ്ണീർമത്തേ കഴിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷനും. പിന്നെ നിനക്കൊക്കെ മറ്റേത് നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പോകാനായിട്ട് പപ്സ് ചെയ്യുന്ന സീന്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇടമുണ്ട്. നസ്ലിൻ ഭയങ്കര ഒരു പ്രോമിസിംഗ് ആയിട്ട് ഒരു ആക്ടറാണ് മലയാളം ഇൻഡസ്ട്രിക്ക്.
പിന്നെ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജിലും പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് കോമഡി കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഒരു വീഴുന്ന സീനുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നത് വീഴ്ചയൊക്കെ. ഭയങ്കര ഇന്നസെന്റ് ആണ് പുള്ളി, ഇന്നസെന്റ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര സംസാര ശൈലിയും ഭയങ്കര രസമാണ്. പിന്നെ ഇതിൽ രണ്ടാമത് എടുത്ത് മെയിൻ ആയിട്ട് പറയേണ്ടതാണ് മറ്റേ ശ്യാം മോഹൻ. അയ്യോ ആദി ക്യാരക്ടറേയും ആദി ട്രെയിലർ കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു പുള്ളി നൈസാണ്. പുള്ളി ഇതിൽ നൈസ് അല്ല, പുള്ളി തകർത്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു JK സാധനമുണ്ട്, JK ആണ് മെയിൻ. പുള്ളിക്ക് മറ്റേ അഴിഞ്ഞാടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ത്രൂ ഔട്ട് ഉണ്ട്, ത്രൂ ഔട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടുന്നില്ല. ക്രിഞ്ച് അൾട്രാ പ്രോ മാക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കറക്റ്റായിട്ട് ബലിപ്പിച്ച് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത്. അത് പറഞ്ഞപ്പോഴാണ് നസ്ലിന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ക്യാരക്ടർ സംഗീത് അല്ലേ, ബാബുനും നസ്ലിനും തമ്മിലുള്ള കെമിസ്ട്രി ആണെങ്കിൽ നൈസ് ആയിരുന്നു. അത് നല്ലോണം വർക്ക്ഔട്ട് അതെ അതെ, അവര് ഭയങ്കര രസമായിരുന്നു അല്ലേ. എനിക്ക് കുറെ കോമഡി ഒക്കെ അത്രയും വർക്ക്ഔട്ട് ആവാൻ കാരണം അവര് തമ്മിലുള്ള ഒരു ഇതാണ്. നമ്മളെ എല്ലാവർക്കും കാണുമല്ലോ ഒരു കൂട്ടുകാരൻ, നമ്മുടെ എന്ത് തോന്നിയാസത്തിനും കൂടെ വരുന്നൊരു കൂട്ടുകാരൻ. സ്കൂൾ ലൈഫ് മുതൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ള അത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ അമൽ ദേവസി അങ്ങനെ കണ്ടില്ലേ പേര്, ഫുൾ നെയിം ആണ് വിളിക്കുന്നത്. നമ്മള് കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ട്സിനെ കൂടുതൽ നമ്മൾ ഫുൾ നെയിം ഒക്കെ വിളിച്ച്. പിന്നെ നമ്മുടെ നായിക മമിത പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് കയറി വരുന്ന ഒരു ആക്ട്രസ് ആണ്. ഇതിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ കുറെ സീനിലൊക്കെ നമ്മുടെ സൂപ്പർ ഷർമിയിലെ ഷെയ്ഡ് തോന്നിയിട്ടുണ്ടായിരുന്നു, സോനാരയുടെ ഷെയ്ഡ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്ത് അവസാനത്തെ ക്ലൈമാക്സ് സീനിലോട്ടൊക്കെ ഇത് വന്നത് നെഗറ്റീവ് ആയിട്ടാണോ പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണോ? അല്ല, രണ്ടും ഒരുപോലെ തോന്നി എന്നുള്ളത് മാത്രമല്ല, മോശമാണെന്നല്ല പറയുന്നത്, സിമിലാരിറ്റി തോന്നി. അതേ ഒരു ഷെയ്ഡ് ഇവിടെ വന്ന പോലെ തോന്നി. പിന്നെ ക്ലൈമാക്സിലൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സീനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാണണം എന്ന് അവര് തമ്മിൽ കെമിസ്ട്രി കുറച്ചുകൂടെ റൊമാൻസ് സീനൊക്കെ കൊള്ളാം എന്നുള്ള ഫീൽ വന്ന ക്ലൈമാക്സ് സീനിൽ എനിക്ക് ആ റൊമാൻസിൽ ഇമോഷൻ കാണിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നൈസ് ആയിട്ട് തോന്നി. മലയാള സിനിമയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് അങ്ങനെ റൊമാൻസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത പടങ്ങള്. ഇതങ്ങ് ഫുൾ റൊമാൻറ്റിക് മൂവിയാന്ന് ഞാൻ പറയുമല്ല, റൊമാൻറ്റിക് മൂവി തന്നെയാണ്, പക്ഷേ കോമഡിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ജോബിലേക്ക് പ്രവേശിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റി കുറെ പ്രതീക്ഷകളും പ്ലാനിങ്ങും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു മെച്യൂരിറ്റി അതുപോലെ കീപ്പ് ചെയ്തിട്ട് എന്നാൽ വേണ്ട രീതിയിലുള്ള നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിനെ. ഭയങ്കര എന്താ മെച്ചുറായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് വലിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മാത്യു ആണെങ്കിൽ പറഞ്ഞ പോലെ പുള്ളിയുടെ സിനിമകളിലൊക്കെ മെയിൻ ആളായിരുന്നു, ഗിരീശ്വരിയുടെ. ഇതിൽ കുറച്ചേ ഉള്ളൂ, ആകെ 3 സീനോ മറ്റേ ഉള്ളൂ, പക്ഷെ പതിനൊന്ന് സീനിലൊക്കെ സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. മറ്റേ ചൂരലിലെ പുള്ളിയാണേലും ഷമീർ പുള്ളി ചൂരലിലാണെങ്കിൽ തന്നെ അടിപൊളിയാണ്. ഇവിടെ വരുമ്പോ പുള്ളിയുടെ കുറച്ച് അധികം കൗണ്ടർ ഉണ്ട്. സംസാര ശൈലി ഭയങ്കര രസമാണ്, വെറുതെ പുള്ളി സംസാരിച്ചാലും ശരി വരും. ആദ്യക്ക് ഓപ്പോസിറ്റ് നടിക്കുന്ന കുറച്ച് കൗണ്ടറുകളുണ്ട്, അടിപൊളിയാണ്. പിന്നെ അത് പറഞ്ഞോട്ട് പുള്ളി ഇടയ്ക്ക് ചുമ്മാ പറഞ്ഞാൽ മതി, അതിനായിട്ട് ഇടയ്ക്ക് എന്തോ വന്നേന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചുമ്മാ വന്നേന്ന് പറയാം. പുള്ളിയുടെ ടോണിലത് പറയുമ്പോഴത്തേക്ക് അതൊരു ഫണ്ണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. കാരണം 2.5 മണിക്കൂർ ഫുള്ള് ചിരിക്കാനായിട്ടൊരു അവസരം എപ്പോഴും വരത്തില്ല. അങ്ങനെ ഫണ്ണ് അല്ലെങ്കിൽ ഈ ഹ്യൂമർ വർക്കൗട്ട് ആകുന്ന സിനിമകൾ ഇപ്പം മലയാള സിനിമയ്ക്ക് ഇങ്ങനെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 തവണ കിട്ടാക്കിനി എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സ് തുറന്ന് കുറേ നേരം ആസ്വദിച്ച് ഒരു നല്ല ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും അവരുടെ ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ആസ്പെക്റ്റും ഇങ്ങനെ നെഗറ്റീവ് കിട്ടുമായിരിക്കും, കുത്തിയിരുന്ന് കണ്ടുപിടിച്ചതിന് നെഗറ്റീവ്സ് കിട്ടുമായിരിക്കും. നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വലിയ പാടുന്നില്ല, പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കുന്ന സിനിമയല്ല. ജസ്റ്റ് പോയി തിയേറ്ററിൽ പോവാ, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. അങ്ങനെ കൂടുതൽ ത്രില്ലർ അല്ല, അതിന്റെ പുറകിൽ പോയി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അപ്പം ലോജിക്കലി നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഫോൾട്ട് കാണാം. ലോജിക്കലി ആവശ്യമില്ല ഈ പടത്തില്. ഒരു റോം കോം സിനിമ, ലൈറ്റ് ഹാർട്ട് ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. അത് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് അതേ രീതിയിൽ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്.